നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് ഏഷ്യൻ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംഘടനയുടെ കരുത്ത് വിളിച്ചോതി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ പൊതുസമ്മേളനം. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾ വെട്ടിനശിപ്പിച്ച നിലയിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. കണിയാംകോണം ഏലായിലെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകി. ശാസ്താംകോട്ടയിൽ അപകടങ്ങൾ പതിവ്. കർശന പരിശോധനയുമായി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവർ പിടിയിൽ. പരിശോധന തുടരുമെന്ന് RTO. പ്രണയം നടിച്ച് പീഡനം. പോക്സോ കേസിൽ 19-കാരൻ അറസ്റ്റിൽ. വെളിച്ചക്കാല സ്വദേശി ഫറൂഖാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. കുണ്ടറ YMC ഹാളിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബിസിനസിൻ്റെ നയ രൂപീകരണമാണ് നടക്കുന്നത്. ആ വിധത്തിൽ ചർച്ചകൾ ഉണ്ടായി അതിന് നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബുവിനെ ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. ഉയരു പതാകെ പാർ പതാകെ, ഉയരു പതാകെ പാർ പതാകെ, ഉയരു പതാകെ പാർ പതാകെ, ഉയരു പതാകെ പാർ പതാകെ. വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ. വാനിലുയർന്നു പറക്കുമ്പോൾ, വാനിലുയർന്നു പറക്കുമ്പോൾ, വാനിലുയർന്നു പറക്കുമ്പോൾ, വാനിലുയർന്നു പറക്കുമ്പോൾ ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും, ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും, ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും, ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച ബിനേജു നഗറിൽ COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തി. കുണ്ടറ YMCA ഹാളിലെ ബിനേജു നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സമ്മേളനങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെ കുറിച്ച് നല്ല മതിപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളിവിടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെ ഇത്രയും സാമ്പത്തിക ചെലവുകൾ വന്നുകൊണ്ട് തന്നെ നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായി നടത്തുന്ന സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളുടെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം. അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ അടുത്ത നമ്മുടെ പദ്ധതികളെ സംബന്ധിച്ചുള്ള ഇവിടെ അവതരണമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഈ അടുത്ത് നമ്മൾ നടത്താൻ പോകുന്ന പദ്ധതികളുടെ അവതരണത്തിനപ്പുറം ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് ഇവിടെ ഒരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ നമ്മളുടെ ഭാവി പ്രവർത്തന നയരേഖ എന്നുള്ള രീതിയിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നൊരു ഓർമ്മയായി വരേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കമ്പനി രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മുടെ സംസ്ഥാനത്തുപരി മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപിടിക്കുന്ന ഒരു വേളയാണ്. സ്വാഭാവികമായും ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രതിനിധികളും ഈ കമ്പനിയുടെ നാളത്തെ വളർച്ചയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാൻ കഴിയുന്നത്, എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഈ സംഘടന വഴി ഈ കമ്പനിയിൽ എത്തിക്കാൻ കഴിയുന്നത്, അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ ഓരോ പ്രതികളും ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ T വിനോദ സ്വാഗതം പറഞ്ഞു. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി G അജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി E നൌഷാദ് പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ടും, ജില്ലാ ഓഡിറ്റർ അരുൺ B ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ, സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, മുരളീകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് വൈദ്യൻ,
ലുലു കെ, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമീർ ഖാൻ, സുനിൽ സി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വർണ്ണശബളമായ പ്രകടനത്തോടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കമായി. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ പ്രവർത്തകർ ബാനറിന് പിന്നിലായി പ്രത്യേകമായി അണിനിരന്നു. ചിട്ടയായ സംഘാടനവും പ്രവർത്തക പങ്കാളിത്തവും ഘോഷയാത്രയ്ക്ക് കരുത്തായി. വർണ്ണശബളമായ പ്രകടനത്തോടെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കമായത്. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ പ്രവർത്തകർ ബാനറിന് പിന്നിലായി പ്രത്യേകം അണിനിരന്നു. ചിട്ടയായ സംഘാടനവും പ്രവർത്തക പങ്കാളിത്തവും ഘോഷയാത്രയ്ക്ക് കരുത്തായി. വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് പകിട്ടേകി. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ അണിനിരുന്നതോടെ പ്രവർത്തകർക്കും ആവേശമായി. ആശുപത്രി മുക്ക് കനാൽ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആശുപത്രി മുക്കട വഴി ഇളമ്പള്ളൂർ ക്ഷേത്രമൈതാനത്ത് സമാപിച്ചു. വിളംബരത്തിന്റെ മണ്ണിൽ കരുത്തുകാട്ടി 15ാമത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ഇതോടെ തുടക്കമായി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പൊതുസമ്മേളനം നടത്തി. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിലായിരുന്നു പൊതുസമ്മേളനം. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊതുസമ്മേളനം നടത്തിയത്. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിലായിരുന്നു സമ്മേളനം. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ PC വിഷ്ണു, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് അടിയന്തരമായി മറ്റൊരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ പോകേണ്ടി വന്നതുകൊണ്ട് നിർബന്ധപൂർവം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചാണ് ഇന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നിയമസഭ നടക്കുന്ന സമയമായിട്ടും ഞാനിവിടെ വന്നത്. ഇനി തിരികെ വീണ്ടും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരിച്ച് രാത്രി തന്നെ പോകേണ്ടി വരും. മാത്രമല്ല COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു P അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നൌഷാദി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS ജ്യോതികുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് S, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജനസ്, സുരേഷ് കളയം, അനിൽ മണിമന്ദിരം, മുരളീകൃഷ്ണൻ M, COA ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള G എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഈ രംഗത്ത് ഈ മേഖലയിൽ 4ാം സ്ഥാനത്തും അതുപോലെ തന്നെ കേരളത്തിൽ 1ാം സ്ഥാനത്തും നിലകൊള്ളുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കമ്പനിയുടെയും സംഘടനയുടെയും അണികളാണ്, പ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും. സംഘാടക സമിതി ജനറൽ കൺവീനർ T വിനോദ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാർഷിക വിളകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ അഞ്ചൽ ഏരൂരിലാണ് സംഭവം. എക്സൈസ് ഉദ്യോഗസ്ഥനായ സുനിലിന്റെ കണിയാംകോണം ഏലായിലെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകി. അഞ്ചൽ ഏരൂർ നെട്ടയംകുന്നുവിള വീട്ടിൽ എക്സൈസ് വകുപ്പ് ജീവനക്കാരനായ സുനിലിന്റെ കണിയാങ്കോണം ഏലായിൽ കൃഷി ചെയ്തിരുന്ന കാർഷിക വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. 4 വർഷം പ്രായമായ തെങ്ങിൻ തൈകളും വാഴ, മരച്ചീനി, അടയ്ക്കാമര തൈകൾ എന്നിവയാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. സംഭവത്തിൽ ഏരൂർ പോലീസിൽ സുനിൽ പരാതി നൽകി. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. ഇതിനു പിന്നിൽ മോഷണശ്രമമല്ലെന്നും കൃഷി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹ്യവിരുദ്ധർ ഇത് ചെയ്തതെന്നും സുനിൽ പറയുന്നു. കുറ്റക്കാരെ കണ്ടെത്തി നഷ്ടപരിഹാരം ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് സുനിലിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വകാര്യ വ്യക്തി അനധികൃതമായ റോഡിൽ ഹമ്പ് നിർമ്മിച്ചു. ഹമ്പിൽ കയറി നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു.
നെടുമ്പറമ്പ് പുന്നലനാൽ റോഡിലാണ് ഹമ്പ് നിർമ്മിച്ചത്. നെടുമ്പറമ്പ് പുന്നലനാൽ റോഡിൽ അനധികൃതമായി സ്വകാര്യ വ്യക്തി നിർമ്മിച്ച ഹമ്പിൽ കയറി നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം മറിഞ്ഞാണ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. പുന്നല ചാച്ചിപ്പുന്ന പിറമലയിൽ അശോകൻ, ഭാര്യ ശോഭ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ശോഭയുടെ പരിക്ക് ഗുരുതരമാണ്. ഈ ബമ്പ് അതായത് അവർ കനാലിൽ നിന്ന് വെള്ളം എടുക്കാൻ, കരയ്ക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത്. ഇങ്ങനെയാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇതിവിടെ ബമ്പ് മാതിരി ഉണ്ടാക്കി. അത് കനം കുറച്ചുണ്ടാക്കിയിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് ഏത് വണ്ടി വന്നാലും എടുത്തടിച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ കയറി. അറിയാൻ വയ്യാത്തവർ ഇപ്പം നമുക്കൊക്കെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അറിയാം. വേറെ വെളിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ രാത്രിയിലായാലോ പകലായാലോ വന്ന് വിട്ടടിച്ച് വന്ന്, ഇവിടെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്, നല്ലപോലെ വിട്ട് ബൈക്കിൽ നല്ല സ്പീഡിൽ വരുന്ന സ്ഥലമാണ്. അത് വെട്ടമില്ല ഒന്നുമില്ല. ഇത് പെട്ടെന്ന് വന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നീ താഴെ വീഴും, അല്ലെങ്കിൽ മണ്ട കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കഴിഞ്ഞാൽ കനാലിനകത്ത് പോകും. അവർ ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞ കനം കുറച്ച് പരത്തി ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. സംഭവം ഒന്നും ചെയ്തിട്ടില്ല. ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും ശോഭയുടെ തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ദമ്പതികളെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കൈതകൃഷിക്കായി KIPയുടെ കനാലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിനായുള്ള പൈപ്പ് ലൈൻ നശിക്കാതിരിക്കാനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഹമ്പുകളാണ് അപകട ഭീഷണിയായത്. ഹമ്പ് നിർമ്മാണം നടത്തി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ അപകടമാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഹമ്പിൽ കയറി നിയന്ത്രണം തെറ്റി ഇരുചക്രവാഹനം മറിഞ്ഞ് 2 യുവാക്കൾക്ക് പരിക്കേറ്റത്. തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്ത ഇവിടെ രാത്രികാലങ്ങളിലെത്തുന്ന വാഹനയാത്രികർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപകടത്തിൽപ്പെടുന്നവർ കനാലിലെ കുത്തൊഴുക്കിൽപ്പെട്ടും അപകട സാധ്യതയുണ്ടാകും. നിർമ്മാണം നടത്തുമ്പോൾ നാട്ടുകാർ എതിർത്തെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് ഹമ്പ് നിർമ്മിച്ചത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ചാച്ചിപ്പുന്ന വാർഡംഗം ഹുനൈസ് PM B സാഹിബ് ഹമ്പ് നീക്കം ചെയ്ത് പ്രശ്നപരിഹാരം കാണുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ കരാർ രാജ്യത്തെ അമേരിക്കൻ കമ്പോളമാക്കി മാറ്റുമെന്ന് CPIM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സന്ദേശജാഥ തൊടിയൂർ വെളുത്തമണലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമാക്കി രാജ്യത്തെ മാറ്റുന്ന പുതിയ കരാറിനെതിരെ കൂടിയുള്ള പ്രതിഷേധമായി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന സന്ദേശ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജാഥ വെളുത്തമണലിൽ നിന്നും ആരംഭിച്ചു. വികസന സന്ദേശ ജാഥയുടെ ഉദ്ഘാടനം CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ നിർവഹിച്ചു. ട്രംപ് മോദി കരാർ ഇന്ത്യയെ അമേരിക്കൻ കമ്പോളമാക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂർത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ സമസ്ത മേഖലകളിലും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് ഓരോന്നും നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ കഴിയാത്തവരായി UDFും BJPയുടെയും ആളുകൾ മാറിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ നാട് കൈവരിച്ച നേട്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വിമർശനം, പ്രതികരണം ഈ BJP UDFുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ് എന്നതാണ്. ഈ കേരളത്തിൽ തന്നെ വികസന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കേരളം 56-ൽ രൂപം കൊണ്ടതിനു ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ച, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ നാം സ്വീകരിച്ച നേട്ടങ്ങളല്ലാതെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടം കേരളത്തിൽ കൈവരിച്ചത് UDFന് ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി കയ്യിലുണ്ടോ? CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താരയാണ് ജാഥ ക്യാപ്റ്റൻ. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. ജഗജ്ജീവൻ ലാലി ആമുഖ പ്രഭാഷണം നടത്തി. ജാഥ വൈസ് ക്യാപ്റ്റൻ A അനിരുദ്ധൻ, LDF നേതാക്കളായ സൂസൻ കോടി, R സോമൻപിള്ള, PB സത്യദേവൻ, PR വസന്തൻ, PK ബാലചന്ദ്രൻ, കൃഷ്ണകുമാർ, ഷിഹാബ് എസ്പൈനിമോട്, അബ്ദുൽ സലാം അൽഖന, സൈനുദ്ദീൻ, AA ജബ്ബാർ, ഷമീർ സിസിയ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പാട് തെക്കുനിന്നുമാണ് വ്യാഴാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത്. 7-ന് കുലശേഖരപുരം തേവലശ്ശേരി ജംഗ്ഷനിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അപകടങ്ങൾ തുടർക്കഥയായതോടെ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങി. ചക്കുവള്ളി 7-ാം മൈൽ സിനിമാപ്പറമ്പ് മേഖലകളിലാണ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി.
അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ നാട്ടുകാരുടെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. നമുക്ക് വ്യാപകമായ പരാതികൾ 7-ാം മൈലിൽ നിന്ന് കിട്ടി തുടങ്ങിയിരിക്കുന്നു. റേസേഴ്സിന്റെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായത് 2 പേരും 3 പേരും ഒക്കെ കയറി പോകുന്ന നിരവധി ബൈക്കുകാർ. ഇപ്പൊ തന്നെ ഞങ്ങൾ 1 മണിക്കൂറായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 11-12 ഒക്കെ ആൾക്കാരെ കിട്ടി. അവർക്കൊക്കെ തന്നെ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ വ്യാപകമായ ആൾക്കാർ പോകുന്നു. 3 പേര് കയറി പോകുന്നു. അതിന്റെ ഒരു നൊട്ടോറിയസ് സ്ഥലമായിട്ട് സിനിമാപ്പറമ്പ് ഭരണിക്കാർ റൂട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രാഷ് ആയിട്ട് വന്നിട്ട് 3-4 ടീമുകൾ സ്ഥലങ്ങളിലായിട്ട് നിർത്തിയിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ കേസുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കുവള്ളി 7-ാം മൈൽ സിനിമാപ്പറമ്പ് മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങിയത്. 7-ാം മൈൽ സിനിമാപ്പറമ്പ് എന്നിവിടങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി. അപകടങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാരുടെ പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി. വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് മൊബൈൽ വഴി പിഴയൊടുക്കാൻ നോട്ടീസ് അയക്കുന്ന രീതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് RTO എൻഫോഴ്സ്മെന്റ് അധികൃതർ നേരിട്ട് പരിശോധനയ്ക്കിറങ്ങിയത്. എല്ലാ വാഹനങ്ങളും നേരിട്ട് തടഞ്ഞു നിർത്തി രേഖകൾ പരിശോധിക്കുന്ന രീതിയാണ് എൻഫോഴ്സ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരാനാണ് തീരുമാനം. ഞങ്ങൾ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഒഫൻസുകൾ വരുന്നതെന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ശബരിമല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓഫീസേഴ്സൊക്കെ ശബരിമല ആയതുകൊണ്ട് ആ സമയത്ത് വ്യാപകമായി ഒഫൻസുകൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമാപ്പറമ്പ്, ഭരണിക്കാവ്, ചക്കോള്ളി ഏരിയയിലൊക്കെ ആക്സിഡന്റ് കൂടിയിരിക്കുന്നു. ഒഫൻഡേഴ്സിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. പ്രധാനമായും ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോർ സൈക്കിളാണ്. ലൈസൻസ് ഇല്ലാത്ത 10-11 കേസുകൾ 3/4 മണിക്കൂറിന് ഞങ്ങൾ പിടിക്കുകയുണ്ടായി. 4 റോഡും ഒരേപോലെ സമാന്തരമായി നോക്കുന്നു, പിടിക്കുന്നു. കൂടാതെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് അപ്പം നോക്കിയിട്ട് തന്നെ കേസെടുക്കുന്നുണ്ട്. പരിശോധനയിൽ പിടിയിലായവരിൽ വലിയൊരു വിഭാഗം കൗമാരക്കാരാണ്. ലൈസൻസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ വാഹനം നിരത്തിലിറക്കുന്നത് ഗൗരവകരമായ കുറ്റമാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. പലപ്പോഴും ഇതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. മക്കൾക്ക് വാഹനം നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് RTO എൻഫോഴ്സ്മെന്റ് AK ദിലു പറഞ്ഞു. ലൈസൻസ് ഇല്ലെങ്കിൽ ഗൗരവമായ നടപടിയല്ലേ. 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കുന്നുണ്ട്. അടയ്ക്കാൻ ആൾക്കാർ വില്ലിങ് ആവുന്നുണ്ട്. വണ്ടികൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലൈസൻസ് എടുക്കാനെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എക്സ്പയറി ആയ ലൈസൻസുകൾ ഉള്ള മോട്ടോർ കാർ ഓടിച്ചു വന്ന ആൾക്കാരെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതുള്ളത് വളരെ ഗൗരവമായി തന്നെ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കാണുന്നത്. ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ റോഡ് സേഫ്റ്റിയുടെ എല്ലാ റൂൾസും ഫ്ലൗട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. ലൈസൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല ലൈസൻസ് വാഹനം ഓടിക്കുന്നെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അങ്ങനെ തുടങ്ങി നിരവധിയായ RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ MVIമാരായ ഗുരുദാസ്, അഭിലാഷ്, AMVIമാരായ അഭിറാം, ശ്രീപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മിന്നൽ പരിശോധനകളും പ്രദേശത്ത് നടത്തും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാവേലിക്കര മുൻ MLA M മുരളി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. 4 തവണ മാവേലിക്കര MLA ആയിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. KSUവിലൂടെ പൊതുരംഗത്ത് എത്തിയ M മുരളി MG സർവകലാശാലയുടെ ആദ്യ സെനറ്റ് അംഗമായിരുന്നു. നിരവധി സ്വകാര്യ ബില്ലുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പോക്സോ കേസിൽ 19-കാരൻ അറസ്റ്റിൽ. വെളിച്ചക്കാല സ്വദേശി ഫാറൂഖാണ് അറസ്റ്റിലായത്. പ്രണയം നടിച്ച് മുട്ടറ മരുതിമലയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. വെളിച്ചക്കാല ചരിവിള പുത്തൻ വീട്ടിൽ 19-കാരനായ ഫാറൂഖിനെയാണ് പൂയപ്പള്ളി പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ച് മുട്ടറ മരുതിമലയിൽ കൊണ്ടുപോയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മാതാപിതാക്കൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൗൺസിലിംഗിന് വിധേയമാക്കി. തുടർന്നാണ് പീഡന വിവരം അറിഞ്ഞത്. CWC ഉദ്യോഗസ്ഥർ പൂയപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചു. SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ SI രജനീഷ്, CPO ശിവപ്രസാദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നിഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഫാറൂഖിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുന്നതായി ആരോപിച്ച് യുവതി രംഗത്ത്. തേവലക്കര പാലക്കൽ സ്വദേശിനിയാണ് ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ രംഗത്തെത്തിയത്. എതിർകക്ഷികളും പാലക്കൽ സ്വദേശികളാണ്. 3 വർഷം മുൻപ് വിവാഹിതയായ യുവതിയെ ഭർത്താവും സുഹൃത്തും ചേർന്ന് ഉപദ്രവിക്കുന്നതായാണ് പരാതി. ഭർത്തൃമാതാവിന്റെയും ജ്യേഷ്ഠത്തിയുടെയും ഉപദ്രവം മൂലം ഭർത്താവുമായി പിരിഞ്ഞാണ് താമസമെന്നും കോടതി പരിസരത്ത് വെച്ച് ഉൾപ്പെടെ ഭർത്താവ് മർദ്ദിച്ചതായും യുവതി പറയുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭർത്താവും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഉത്തരവാദികളെന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ സഹോദരനെയും ഇവർ മർദ്ദിച്ചതായും പരാതിയുണ്ട്.
തേവലക്കര പാലിക്കൽ സ്വദേശിനിയായ യുവതിയാണ് ഭർത്താവിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അൻഷാദ് വഹാബ്, റാഷിദ് വഹാബ്, നഹാസ് തുടങ്ങിയവർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. 3 വർഷം മുമ്പാണ് യുവതി വിവാഹിതയായത്. 2 വയസ്സുള്ള മകളുണ്ട്. ഭർത്താവും സഹോദരന്റെ സുഹൃത്തും ചേർന്ന് യുവതിയെ നിരന്തരം ഉപദ്രവിക്കുന്നതായാണ് പരാതി. ഭർത്താവിന്റെ വഴിവിട്ട ജീവിതവും ഭർത്തൃമാതാവിന്റെയും സഹോദരിയുടെയും നിരന്തരമായുള്ള ഉപദ്രവവും മൂലം 3.5 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞാണ് താമസമെന്ന് യുവതി പറയുന്നു. ഇതിന്റെ കേസ് നടപടികൾ നടന്നു വരികയാണ്. നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല. തലാഖ് ചൊല്ലി ബന്ധമൊഴിഞ്ഞെന്ന പേരിൽ എതിർകക്ഷി മറ്റ് വിവാഹാലോചനകൾ നടത്തിവരികയാണെന്നും യുവതി പറയുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിലാണ് ഉപദ്രവം നടത്തിവന്നത്. ചവറ കുടുംബ കോടതിയിൽ മീഡിയേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ കോടതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഭർത്താവ് തന്നെയും സഹോദരനെയും മർദ്ദിച്ചതായും യുവതി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. എനിക്ക് 2 വയസ്സുള്ള ഒരു മകളുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഞങ്ങളിപ്പോൾ 2ആയിട്ടാണ് താമസിക്കുന്നത്. ഇതിൻ്റെ കേസ് ചവറ കുടുംബ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി ഞങ്ങൾക്ക് കോടതി വെച്ച് മീഡിയേഷൻ വിളിച്ചിരുന്നു. അന്ന് മീഡിയേഷന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്തു നിന്നിട്ട് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്ന് എന്നെ അനിയനെ ആക്രമിക്കാൻ വന്നിട്ട് എൻ്റെ അനിയൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച്, കഴുത്തിൽ നല്ല മുറിവുണ്ടായിരുന്നു. മുറിവ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ചൂണ്ടലമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പോയി. അവിടെ മെഡിക്കൽ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങളെ കാറിൽ ഇവർ പിന്തുടർന്ന് വന്നിട്ട് എൻ്റെ അനിയനെ ഇടിക്കുകയും എന്നെ പിടിച്ച് എന്നെയും മർദ്ദിക്കുകയും ചെയ്ത് എന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനിയൻ വന്നത്. അനിയനും അൻഷാദും റാഷിദ്, നിഹാസ് എന്നിവരാണ് ഞങ്ങളെ മർദ്ദിക്കാൻ വന്നത്. മകളുടെ ചെലവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭർത്താവ് ഉപദ്രവിച്ചതെന്നാണ് യുവതി പറയുന്നത്. കുഞ്ഞ് ജനിച്ചിട്ട് പോലും അതിനെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് അബോർഷൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ഇവർ പറയുന്നു. കോടതിയിൽ വെച്ച് മർദ്ദിച്ചതിനെ തുടർന്ന് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയ യുവതിയെ ഭർത്താവും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതായും പറയുന്നു. ഒപ്പം ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ഇവനും ഇവൻ്റെ കൂട്ടുകാരനും അനിയനും കൂടെ ചേർന്ന് എൻ്റെ കണ്ണിൽ ശക്തമായി നല്ലോണം ഇടിച്ചു. പെങ്ങളെ പിടിച്ച് തള്ളി എൻ്റെ കഴുത്തിനൊക്കെ പിടിച്ചായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ക്യാമറയ്ക്കകത്തുണ്ട്. ഹോസ്പിറ്റലുകാർ പോലീസിനെ വിളിച്ച് വരുത്തി. ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട്. എനിക്കും എൻ്റെ പെങ്ങൾക്കും വീട്ടുകാർക്കും വധഭീഷണിയുണ്ട്. ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി. പേടിച്ചാണ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ ആയിരിക്കും ഉത്തരവാദികൾ. യുവതിയുടെ സഹോദരനെയും മർദ്ദിച്ചു. യുവതിയെയും കുഞ്ഞിനെയും സഹോദരനെയും മാതാപിതാക്കളെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതായും യുവതി പറയുന്നുണ്ട്. സംഭവത്തിൽ ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇപ്പം ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്. എൻ്റെ കുഞ്ഞിനെയും മാതാപിതാക്കളെയും മറ്റും അവർ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇതിൻ്റെ റെക്കോർഡുകളും വീഡിയോകളും CCTV ദൃശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്ത് പിന്നെ ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സാക്ഷികളെ ഹാജരാക്കാൻ പറഞ്ഞ് ഈ CCTV ദൃശ്യം പോരാ, 2 സാക്ഷികളെയും കൂടി വേണമെന്ന് അവരെ ഞങ്ങളോട് പറയുകയുണ്ടായി. ഇപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്ത് കളയെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാണ് അവർ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘടനയുടെ കരുത്ത് വിളിച്ചോതി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ പൊതുസമ്മേളനം. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. കണിയാംകോണം ഏലായിലെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകി. ശാസ്താംകോട്ടയിൽ അപകടങ്ങൾ പതിവ്. കർശന പരിശോധനയുമായി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവർ പിടിയിൽ. പരിശോധന തുടരുമെന്ന് RTO. പ്രണയം നടിച്ച് പീഡനം. പോക്സോ കേസിൽ 19-കാരൻ അറസ്റ്റിൽ. വെളിച്ചക്കാല സ്വദേശി 'ഫറൂഖാണ് അറസ്റ്റിലായത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.